രണ്ട് മക്കളും കൂടെ വന്നേ അമ്മേനെ വിളിക്ക്. നേരം എടുത്ത് തുടങ്ങി തങ്ങളെ വീട്ടിലില്ല കള. നിങ്ങൾ എന്നെ പേടിക്കേണ്ട, അയൽക്കത്തെ ആൾക്കാരുണ്ട്, അവര് കേൾക്കും. നാണാവുള്ളത്. റിട്ടയർമെന്റ് ആയിട്ട് വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ? എടാ മൂത്തോനെ, എന്താ നിന്റെ പ്രശ്നം? സർക്കാരിൽ ചെറിയ ജോലിയാണെങ്കിൽ നിന്നെ പഠിപ്പിച്ചിട്ട് ഡോക്ടറാക്കിയില്ലടാ ഞാൻ. 5-6 വർഷമായില്ലേ നീ ഒരു പണിക്ക് പോയിട്ട് വീട്ടിലിരിക്കണ? വീട്ടിലാരും ജോലിക്കൊന്നും തരില്ലടാ. അന്വേഷിക്കണം. അന്വേഷിച്ച ജോലി കിട്ടാതിരിക്കില്ല. ഓൺലൈനിലോ നേരിട്ടൊക്കെ അന്വേഷിക്കണം. നിന്റെ കൂടെ ഞാൻ തൃശ്ശൂർ എത്ര ഹോസ്പിറ്റലിൽ ജോലിക്ക് വേണ്ടി നിന്റെ കൂടെ ഞാൻ വന്നില്ലേ? ഹോസ്പിറ്റലിൽ പോയി നോക്കാൻ. അതിന് മേലെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ പരിചയത്തിൽ ആരും ഹോസ്പിറ്റലിൽ നടത്തില്ല എന്റെ മോനെ. അങ്ങനെയാണെങ്കിൽ അവരെ കാര്യം പിടിച്ച് നിനക്ക് ജോലി വാങ്ങിച്ചെന്ന് തന്നെ. നിന്നെ ഈ ഡോക്ടറെ പഠിപ്പിച്ചിട്ട് വല്ല പലചരക്കടയിൽ കൊണ്ട് നിർത്താൻ പറ്റുമോ? നീ നേരം എടുത്ത് വൈകുന്നേരം വരെ മൊബൈൽ ഒപ്പിച്ചിരിക്കുന്നില്ലേ? എന്താ മിണ്ടാത്ത? മിണ്ടി കഴിഞ്ഞാലേ നീയൊക്കെ പോയി ആത്മഹത്യയും പേടിച്ചിട്ടാണ് മിണ്ടാട്ടിരിക്കണേ. എത്ര ഡോക്ടർമാരും എല്ലായിടത്തും വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ എന്താ ചെയ്യണേ? അവരെ അച്ഛനമ്മമാര് പഠിപ്പിക്കാനേ പറ്റുള്ളൂ ഞങ്ങൾക്ക്. അധികം ജോലിയൊക്കെ നിങ്ങൾ സ്വയം ഉണ്ടാക്കണം. നിനക്കറിയോ, എന്റെ ചെറുപ്പകാലത്തെ ഞാൻ റോഡിൽ കേബിളിന്റെ പണി എടുത്തിട്ടാണ് ഞങ്ങൾക്ക് ടെലഫോണിൽ ജോലി കിട്ടിയിരിക്കണേ. എനിക്ക് ആരും ജോലി വാങ്ങിച്ചു തന്നിട്ടില്ല. ഞാൻ സ്വയം അന്വേഷിച്ച് കണ്ടെത്തിയതാ. കിട്ടണവരെ അന്വേഷിക്കണം, കിട്ടാണ്ടിരിക്കില്ല. എന്നാ ചെറിയോനെ, നീ കുറെ മാസങ്ങൾ എന്റെ വീട്ടില് അളക്കം തുടങ്ങിയിട്ട് നിന്നെ ബിടെക് പഠിപ്പിച്ചു തരണ. വല്ലൊരു കൈയും കാലം പിടിച്ച നിനക്ക് ഇപ്പൊ ചാനലിൽ ജോലി കിട്ടിയിരിക്കണേ. നിന്റെ കല്യാണം ഞാൻ അമ്മയും വല്ല മുടക്കിയിട്ടുണ്ടാ. 2 വർഷം അതിൽ നീ മാട്രിമോണിൽ ബുക്ക് ചെയ്തിട്ട് ഒരു പെണ്ണിനെ നിന്റെ അമ്മയ്ക്കോ എനിക്ക് നീ കാണിച്ചു തന്നിട്ടാ കാണാൻ. പ്രേമെന്ന് ചോദിച്ചു നിനക്ക് പ്രേമില്ല. കൊക്കിലോ നോക്കാവുണ്ടല്ലോ. നിന്റെ അമ്മേനെ 50ാമത്തെ പെണ്ണ. ആര് പറഞ്ഞ വിശ്വസിക്കില്ല? സത്യാണ്. ബഹുഭൂരിപക്ഷ പെണ്ണുങ്ങൾക്ക് എന്റെ കറുപ്പ് നിറം കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടാറില്ല. പിന്നെ എന്റെ വീടുണ്ടല്ലോ, കൊച്ചു വീടാ. അന്ന് അപ്പം വളരെ കഷ്ടപ്പെട്ട് കൂലിപ്പണിക്ക് പോയി ഉണ്ടായി കൊച്ചു വീടാ. അതാർക്കും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ കല്യാണം നടക്കാണ്ടായതാ. അവരുടെ 50ാമത്തെ പെണ്ണാണ്ടാ. അറിയോ? നിനക്കൊരു പെണ്ണിന് ദൈവം എവിടെയും വെച്ചിട്ടുണ്ടാവണം. നീ അന്വേഷിക്കണം. അന്വേഷിക്കേണ്ട പെണ്ണിനെ കിട്ടില്ല. അത് വീട്ടിൽ വെറുതെ ബഹളം വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഇതിൽ മേലെ എന്ത് ചെയ്യാനാ പറയണേ? നല്ല പ്രായത്തിൽ ജോലിക്ക് പോയിട്ട് വീട് പുറത്തിങ്ങളെ പഠിപ്പിച്ചതൊക്കെ ഉണ്ടാക്കി. വീട്ടിലല്ലാണ്ട് എന്നുള്ള ഒന്നുമില്ല. ഇനി വല്ല നിയമം ഉണ്ടാക്കണ? റിട്ടയർമെന്റ് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാം ദയാവധത്തിലാക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ വല്ല നിയമം ഉണ്ടാക്കണ? പറയ്, എന്താ ചെയ്യണ്ടേ ഞങ്ങള്?